നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മളോട് എപ്പോഴെങ്കിലും വളരെ ദേഷ്യത്തോടെ പെരുമാറുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്കും വളരെ ദേഷ്യം വരും, അല്ലെങ്കിൽ നമുക്ക് അത്രയും വിഷമാവും അല്ലേ? ആ വിഷമത്തിൽ നിന്ന് വരുന്ന വാക്കുകളെ നമ്മൾ തിരിച്ചും ആ ഒരു ബന്ധം തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. ആ സമയത്ത് നമ്മൾ തീരുമാനം എടുക്കുന്നോ പറയുന്ന വാക്കുകൾ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കില്ല. ആ സമയത്ത് നമുക്ക് മനസ്സിലുണ്ടാവുന്ന ആ ഒരു മുറിവുകൾ അല്ലെങ്കിൽ ആ ഒരു വിഷമം കൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു വാക്കുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ പലതരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് വഴിതെളിക്കാറുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും? എപ്പോഴും നമുക്കൊരു ഇമോഷണൽ ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെറിയ രീതിയിലെങ്കിലും നമുക്കതൊരു നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കാറുണ്ട്. രണ്ട് കൈയും കൂട്ടിയടിക്കുമ്പോഴാണല്ലേ സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും നമ്മളത് പറയാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് നമുക്ക് തോന്നൂല്ലേ? ഇപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം വരെ പറഞ്ഞിട്ടുണ്ട്, ചിലവർ നമ്മളെ ചീത്ത പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് പെരുമാറുമ്പോൾ അവരുടെ നിലവാരത്തിലേക്ക് താഴാതിരിക്കുക. അപ്പോൾ നമ്മൾ അവരുടെ നിലവാരത്തേക്ക് താഴ്ന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾക്ക് നമ്മുടേതായ ഒരു ക്വാളിറ്റി ഉണ്ട്, അതിന് വിട്ട് നമ്മൾ അവരോട് സംസാരിക്കാതിരിക്കുക, മൗനം പാലിക്കുക, ഉറച്ചു നിൽക്കുക, നമ്മുടെ ശരിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, ശാന്തത കൈവിടാതിരിക്കുക. അപ്പോൾ ഇത് ഇത്രയും വലിയിട്ടുള്ളൂ നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം വരെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അറിവും അനുഭവവും ഉള്ള ആളുകളാണല്ലേ. പലപ്പോഴും നമുക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾ കുറേ നാൾ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ആലോചിക്കുക, അന്നത് പറയണ്ടായിരുന്നു അല്ലേ? നമ്മൾ ചില സമയത്തൊക്കെ അങ്ങനെ തോന്നാറുണ്ട്, അത് അത്രയ്ക്കും ഹാർഷായിട്ട് പെരുമാറണ്ടായിരുന്നു അല്ലേ. ഇതൊന്നും നമുക്ക് ആ സമയത്തല്ല, ഒരുപാട് അനുഭവങ്ങളിലൂടെ കിട്ടുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ വരുമ്പോൾ നല്ലൊരു മീഡിയേറ്റർ ആയിട്ടിരിക്കുക. ഒരു മനുഷ്യൻ്റെ സുന്ദരമായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് ഒരു മീഡിയേറ്റർ ആയിട്ടിരിക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ സ്കില്ല് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് അത്യാവശ്യമാണ്. എപ്പോഴും ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ചില സമയത്ത് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതാണ് ചിലപ്പോൾ നല്ലത് നമുക്ക് തോന്നും. അത് നമുക്ക് വിവേകത്തോടെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തോന്നിയിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഒരു മീഡിയേറ്റർ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും പ്രശ്നങ്ങളെ തീർക്കാനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. എപ്പോഴും ഓരോ പ്രശ്നങ്ങളും എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാരണമുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം എന്താണ്, അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് പറ്റാറുണ്ട്. എപ്പോഴും ലൈഫിലൊക്കെ അങ്ങനെയാണ്, എന്ത് കാര്യം എടുക്കുമ്പോഴും ലൈഫിലൊക്കെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷെ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സ്ട്രെസ്സും ഇതൊക്കെ കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നത്. ഒരു എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യാനും മനസ്സിനെ ശാന്തമാക്കി വെക്കുകയാണെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും നല്ല റെസ്പോൺസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. താങ്ക് യു.